അടുത്ത ഊഴം PA മുഹമ്മദ് റിയാസ്, മുൻ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി. ബേപ്പൂരിൽ നിന്ന് രണ്ടാമത്തെ ഊഴം മുഹമ്മദ് റിയാസിൻ്റെ ഊഴമാണ് അടുത്തത്. കോഴിക്കോട്ട് CPM-ൻ്റെ LDF-ൻ്റെ എല്ലാ കൊട്ടകളും ഇളകിയപ്പോഴും ഇളകാതെ ബേപ്പൂർ പിടിച്ചു നിർത്തിയ മുഹമ്മദ് റിയാസ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യാനെത്തുന്നു. 7487 കോഴിക്കോട്ടെ എല്ലാ മണ്ഡലങ്ങളും നഷ്ടപ്പെട്ടപ്പോഴും ഒറ്റ തുരുത്ത് മാത്രമാണ് LDF-ന് അവിടെ ബാക്കിയായത്. മുഹമ്മദ് റിയാസ് സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുന്നു. 7487 മുഹമ്മദ് റിയാസ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സഗൗരവം പ്രതിജ്ഞയെടുക്കുന്നു PA മുഹമ്മദ് റിയാസ്. അടുത്ത ഊഴം മുഹമ്മദ് ഷിയാസ്, കൊച്ചിയിൽ നിന്ന്. സിറ്റിംഗ് MLA KJ മാക്സിയെ 8188 വോട്ടിന് തോൽപ്പിച്ചാണ് മുഹമ്മദ് ഷിയാസ് ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത്. കന്നി മത്സരമായിരുന്നു. ആ കന്നി അംഗത്തിൽ തന്നെ കൊച്ചിയിൽ നിന്ന് സിറ്റിംഗ് MLA KJ മാക്സിയെ അട്ടിമറിച്ച് നിയമസഭയിലേക്ക് എത്തുന്ന മുഹമ്മദ് ഷിയാസിന്റെ ഊഴമാണ് അടുത്തത്. മുഹമ്മദ് ഷിയാസ് 56-ാമതായി സത്യപ്രതിജ്ഞ ചെയ്യാനെത്തുന്നത് കൊച്ചിയിൽ നിന്നുള്ള നിയമസഭാംഗം മുഹമ്മദ് ഷിയാസാണ്. മുഹമ്മദ് ഷിയാസ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വാസ്യതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിൽ പ്രതിജ്ഞയെടുക്കുന്നു മുഹമ്മദ് ഷിയാസും. 58-ാമതായി ഇനി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് കണ്ണൂരിൽ നിന്നുള്ള അംഗം TO മോഹനാണ്. ശ്രീ TO മോഹനൻ. യെസ്, TO മോഹൻ വരുന്നു. കണ്ണൂർ സീറ്റിൽ നിന്ന് ആദ്യത്തെ മത്സരം കന്നി അംഗത്തിൽ തന്നെ ജയിക്കാൻ കഴിയുന്നു. സിറ്റിംഗ് MLA മുൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനെ 18551 വോട്ടിന് തോൽപ്പിച്ചാണ് TO മോഹനൻ ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത്. മുൻ കണ്ണൂർ മേയർ കൂടിയാണ് TO മോഹനൻ. മോഹൻ വരുന്നു സത്യപ്രതിജ്ഞയ്ക്ക്. അഡ്വക്കേറ്റ് TO മോഹനൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിൽ പ്രതിജ്ഞയെടുക്കുന്നു TO മോഹനനും. പേർ പൂർത്തിയാകുന്നു. 59-ാമതായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് തൃശ്ശൂരിലെ കുന്നംകുളത്ത് നിന്നുള്ള അംഗം AC മൊയ്തീനാണ്. AC മൊയ്തീനാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. പലകുറി നിയമസഭയിലെത്തിയ ഒരംഗം കൂടിയാണ്. CPM-ന്റെ മുതിർന്ന നേതാവും കൂടിയാണ്. AC മൊയ്തീൻ വരികയാണ്. 2016-ലെ ഒന്നാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രി കൂടിയായിരുന്നു AC മൊയ്തീൻ. AC മൊയ്തീൻ്റെ ഊഴമാണ് അടുത്തത്.
കുന്നംകുളത്ത് PT അജയ് മോഹനെയാണ് AC മൊയ്തീൻ തോൽപ്പിച്ചത്. ഈ നിയമസഭയിലെ മുതിർന്ന അംഗങ്ങളിൽ ഒരാൾ കൂടിയാണ് AC മൊയ്തീൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. AC മൊയ്തീൻ എന്ന ഞാൻ നിയമസഭയിലൊരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സഗൗരവം പ്രതിജ്ഞയെടുക്കുന്നു AC മൊയ്തീൻ, കുന്നംകുളത്തു നിന്നുള്ള LDF-ൻ്റെ അംഗം.